ദൈവവിളിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന ചിത്രം മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ച യേശുക്രിസ്തുവിൻ്റെ ചിത്രമാണ്. മൺപാത്രത്തിലെ നിധി ഏൽപ്പിച്ചതിന് ശേഷം അവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്: കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കരുത്. ഇതാണ് പല വിശുദ്ധരെയും വിശുദ്ധിയിലേക്ക് നയിച്ച സത്യം. എൻ്റെ അഭിപ്രായത്തിൽ ദൈവവിളിക്ക് ഏറ്റവും നല്ല നിർവചനം നൽകിയത് ലിസ്യുവിലെ വിശുദ്ധ ചെറുപുഷ്പമാണ്. ദൈവത്തോടുള്ള ആത്മബന്ധവും സ്നേഹവും എൻ്റെ ദൈവവിളി സ്നേഹമാണ് എന്ന് പറയുവാൻ അവളെ പ്രേരിപ്പിച്ചു. ജീവിതത്തിൽ പല വിധത്തിലുള്ള ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടായപ്പോഴും എന്നും കൂടെ ഉണ്ടാകും എന്നുറപ്പുള്ള നമ്മുടെയൊക്കെ ചങ്ങാതിയായിരുന്നു എൻ്റെയും ഏക ആശ്രയം. ഓരോ നിമിഷവും നാം വരുന്നതും കാത്ത് സക്രാരിയിൽ കാത്തിരിക്കുന്ന ആത്മസുഹൃത്ത്. അവനുമായി അടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അകലാൻ സാധിക്കില്ല. എത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിലും തിരിച്ചു നടക്കാതെ പൗരോഹിത്യം എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ എനിക്ക് കരുത്തു തരുന്നത് കൂടെ നടന്ന കുർബാനയായ ഈ യേശുക്രിസ്തുവും അവനോടുള്ള ആത്മബന്ധവും ഈ അൾത്താരയോടുള്ള പ്രണയവും ഒക്കെയാണ്. ലോകത്തിന്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ പലരും ചോദിക്കും, നീ എന്തിനാണ് അച്ഛൻ പട്ടത്തിന് പോയത്, അല്ലെങ്കിൽ നീ എന്തിനാടി കന്യാസ്ത്രീയാകാൻ പോയത് എന്നൊക്കെ. അങ്ങനെയുള്ളവരോട് ഒരു ഉത്തരം മാത്രം: പോയതല്ലടോ, വിളിച്ചവന്റെ സ്നേഹത്തിന് മുൻപിൽ നോ എന്ന് പറയുവാൻ സാധിച്ചില്ല. മാത്രമല്ല, എന്നും കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ് ജീവിതം കൊണ്ട് കാണിച്ചു തന്നവനാണ് അവൻ. സന്തോഷങ്ങളിൽ ഒട്ടിയിരുന്ന് പൊട്ടിച്ചിരിക്കുവാനും സങ്കടങ്ങളിൽ കെട്ടിപ്പിടിച്ചിരുന്ന് പൊട്ടിക്കരയുവാനും നമ്മുടെ വേദനകൾ അകറ്റുവാനും ആശ്വാസം പകരുവാനും അവൻ മാത്രമേ ഉണ്ടാകൂ. ഒരപ്പൻ്റെ കരുതലും അമ്മയുടെ വാത്സല്യവും സഹോദരങ്ങളുടെ സ്നേഹവും ബന്ധുക്കളുടെ ലാളനയും ഒക്കെ ഒരാളിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എന്താണ് ചങ്ങാതി എനിക്കും നിനക്കും വേണ്ടത്? വിളി ഏതുമായിക്കൊള്ളട്ടെ, വിളിയിൽ വിശ്വസ്തനായിരുന്നുകൊണ്ട് വിളിച്ചവന്റെ പിന്നാലെ പോകുവാനായി നമുക്ക് പരിശ്രമിക്കാം.